നമ്മുടെ നാടുകളിലുള്ള പല പള്ളികളിലും പോയാൽ പലപ്പോഴും വിഷമം തോന്നുകയാണ്. നല്ല പ്രൗഢിയുള്ള പള്ളികൾ, നല്ല കണ്ടാൽ അമ്പരച്ചുംബികളായി നിൽക്കുന്ന പള്ളികൾ, നല്ല വൃത്തിയും ഭംഗിയുമുള്ള ഒരുപാട് പള്ളികൾ നമ്മളെ പരിസരത്തുണ്ട്. ഇവിടത്തെ പള്ളിയിൽ ഞാൻ കയറിയിട്ടില്ല, ഇവിടത്തതാണ് എന്ന് തെറ്റിദ്ധരിച്ചാരോ എന്നോട് വെറുപ്പ് പിടിക്കരുത്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. പലപ്പോഴും പള്ളിയിൽ പോയാൽ പള്ളിയിൽ AC സംവിധാനം റെഡിയാണ്, പള്ളിയിലെ ലൈറ്റിന്റെ ജോറുകൾ വളരെ ജോറാണ്, പള്ളിയുടെ പെയിന്റിന്റെ കളറ് വളരെ ജോറാണ്, എഴുതി വെച്ചിരിക്കുന്ന എഴുത്തുകളൊക്കെ ഭയങ്കര രസകരമായ എഴുത്തുകളാണ്. ആരും കണ്ടാൽ നോക്കിപ്പോകുന്ന ഭംഗി ആ പള്ളിക്ക് പലപ്പോഴും മോടി പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പള്ളിയുടെ മൂത്രപ്പുരയുടെ ഭാഗത്ത് അടുക്കാൻ പറ്റൂല. നമ്മളെ ഈ ഭാഗത്തൊന്നും ഉണ്ടാകൂല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ പരിസരത്തുള്ള ഏതെങ്കിലും പള്ളികൾ അങ്ങനെ ഉണ്ടെങ്കിലോ എന്നെ ഇപ്പൊ തന്നെ ആരെങ്കിലും ചോദ്യം ചെയ്യുമെന്നുള്ള പേടിയാ അല്ലേ. ചില നാട്ടിലെ ചില പള്ളിയിൽ പോയി നോക്കിയാല്, ഇവിടെ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, എന്നോട് ദേഷ്യം പിടിക്കരുത്. ചില പള്ളിയിൽ പോയി നോക്കിയാൽ പള്ളിക്കായിട്ട് ഉണ്ടാക്കിയ ക്ലോസറ്റ് ആണ് എന്ന് വിചാരിക്കും, മഞ്ഞ കളറിലെ വേറെ തന്നെ ഒരു സ്പെഷ്യൽ കളറായിരിക്കും. ഇന്ന് വരെ വെള്ളം കാണാത്തതുപോലെയുള്ള ചില പള്ളിയിലെ ബാത്റൂമുകൾ, ഒരാൾക്കും ഭാഗത്തടുക്കാൻ കഴിയൂല, ഒരാൾക്കും അങ്ങോട്ട് പോകാൻ തന്നെ കഴിയൂല. അങ്ങനെ സ്മെല്ലുണ്ടായാൽ ഇങ്ങോട്ട് ആരും വരൂലാലോ, അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെ ആക്കിയത്, സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് തോന്നും. അങ്ങനെ പള്ളിയുടെ ബാത്റൂമുകൾ തീരെ ശ്രദ്ധിക്കപ്പെടാത്ത വഴികളായി, ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ, മുഅ്മിനീങ്ങൾക്ക് മറ്റൊരാൾ കണ്ടാൽ മോശം തോന്നുന്ന വിധത്തിൽ, മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെയും വൃത്തിയൊന്നുമില്ലേ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ നമ്മുടെ പള്ളിയുടെ ബാത്റൂമുകൾ അങ്ങനെ അശ്രദ്ധമായി വിട്ടുകൂടാ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കണമെന്ന് കരുതി വരുന്ന ആളുകൾക്ക് ശുദ്ധീകരണത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ നമ്മുടെ പള്ളികളിൽ ഉണ്ടാകണം. അതാവശ്യമായ നിലക്ക് ക്ലീൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണം, അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാഹു തആല വിശുദ്ധിയുടെ വൃത്തിയുള്ളവനാണ്, അവൻ വൃത്തിയുള്ളവരോട് വലിയ താല്പര്യമുള്ളവനാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ പലപ്പോഴും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ ജീവിതത്തിൽ അങ്ങനെ ഒരു നജസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ അതിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തത് ചരിത്രത്തിൽ കാണാനില്ല. വളരെ വൃത്തിയോടുകൂടെ കൈകാര്യം ചെയ്തിരുന്നു. അത് മുഅ്മിനീങ്ങൾ എന്നും നിലനിർത്തിക്കൊണ്ടു പോകുന്നവരാകണം. പള്ളിയിലേക്ക് ഏതെങ്കിലും ഒരു പുതു മുസ്ലിം കയറി വന്നാൽ പള്ളിയുടെ ബാത്റൂമിന്റെ ഭാഗത്ത് പോയാ പടച്ചോനെ ഇതാണോ ഇസ്ലാം എന്ന് തോന്നിപ്പോകരുത്, ഇതാണോ പടച്ചോനെ മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിക്കപ്പെടുന്ന ആശയമെന്ന് തോന്നിപ്പോകരുത്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മഹല്ല് കമ്മിറ്റിക്കാരോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന അത്തരം പള്ളിയുമായി ബന്ധപ്പെടുന്ന ജനങ്ങളോട് പ്രത്യേകം ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ പള്ളിയുടെ ബാത്റൂമുകൾ വളരെ വൃത്തിയോടുകൂടെ കൈകാര്യം ചെയ്യണം. അതിനാവശ്യമായത് നമ്മൾ ചെലവഴിക്കുന്നതിന് മടിയുള്ളവരായിക്കൂടാ. ഇടക്കോർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഇരിക്കട്ടെ.